സുഭാഷ് നേരത്തെ പറഞ്ഞ പോലെ ദില്ലി ഹൈക്കോടതിയിൽ ദില്ലി പോലീസിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു സുപ്രധാന ഹർജിക്കാരിയായി ഐഷി നിൽക്കുന്നത് ദില്ലി പോലീസിൻ്റെ പ്രശ്നമാണ്. അതിലും നിലപാട് സ്വീകരിച്ചപ്പോൾ മറ്റൊരു കേസും പറഞ്ഞ് അവരെ വേട്ടയാടാൻ ശ്രമിച്ചു. നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കുക അല്ലെങ്കിൽ തിഹാർ ജയിലിലേക്ക് അയക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുള്ളൊരു വഴിവിട്ട ശ്രമമാണ്, വളഞ്ഞ വഴിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാവരും ചേർന്ന് പൊളിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യപരമായ നീക്കം തന്നെയായിരുന്നു. ഇപ്പോൾ ഐഷി പറഞ്ഞതുപോലെ ഈ വലിയ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോക്രോച്ച് പാർട്ടി ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് SFI ആണ്. അവിടെ ഐഷിയിലേക്ക് ആ കോള് വരുന്നു. തുടർന്ന് CPIഎമ്മിലേക്ക് ആ കോള് പോകുന്നു. ആ ദീപ്കയുടെ വരവിൽ തന്നെ CPIഎമ്മിൻ്റെ പിന്തുണയും അവിടെ CPIഎം പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഇത് ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് RSS ആണ്, ഒബ്സർവറാണ്, അവരുടെ മുഖവാരികയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഈ സമരത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയം അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണോ ഐഷിയിലേക്ക് ഇങ്ങനൊരു നീക്കത്തിന് പിന്നിൽ, ദില്ലി പോലീസിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ സംഘ് പരിവാർ നടത്തുന്നതിന് പിന്നിൽ? തീർച്ചയായും ശരത്ത്, നമ്മൾ ഇതിനകത്ത് കാണേണ്ട ദില്ലി പോലീസിൻ്റെ നരേറ്റീവുകൾ എങ്ങനെയാണ് അവർ ഓരോ കാലഘട്ടത്തിലും പ്ലേസ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. നമ്മൾ ഓരോ വിദ്യാർത്ഥി നേതാവിനെയും അവരെങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട്, അത് ഉമർ ഖാലിദ് ആയാലും അതല്ലെങ്കിൽ കനയ്യകുമാർ ആയിരുന്നാലും ഐഷി ഘോഷ് ആയിരുന്നാലും ഇപ്പോൾ ഇനി വളർന്നു വരുന്ന മറ്റ് വിദ്യാർത്ഥി നേതാക്കളായിരുന്നാലും എങ്ങനെയാണ് അവർ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു, രാജ്യവിരുദ്ധരെന്ന് വിളിക്കുന്നു, തീവ്രവാദികളെന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ രീതിയിൽ പല രീതിയിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിവിധ മാധ്യമങ്ങൾക്കകത്തുള്ള ഒരു പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2800ഓളം വരുന്ന ക്രിമിനലുകൾ ഈ സമരത്തിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് ഡൽഹി പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡൽഹി പോലീസ് തന്നെ പറയുന്നത് അവരിത് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സമരസ്ഥലത്ത് വന്നിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ 3-4 പോലീസിൻ്റെ വലിയ ബസ്സുകൾ കടന്നിരുന്നു. അവിടെ നിരന്തരം 24/7 ഈ പറയുന്ന ഇതിനകത്തുള്ള ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടക്കുകയാണ്. ഇത് ഈ നമ്മുടെ സ്വാഭാവികമായും ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാത്ത നടപടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോക്കോൾ ഇല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളുമില്ല. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഷി ഘോഷിനെ പോലെയുള്ള, അതല്ലെങ്കിൽ ദേവികയെ പോലെയുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി ആളുകൾ, സജിയെ പോലെയുള്ള, ആദർശിനെ പോലെയുള്ള നിരന്തരമായി ഡൽഹിയിൽ വിവിധ സമരരംഗത്തുള്ള അല്ലെങ്കിൽ DYFI നേതാക്കളായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി നേതാക്കൾ, ഇവർ നിരവധി സമരങ്ങൾക്കകത്ത് പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. അത് CAA പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുത്ത ആളുകളുണ്ടായിരിക്കും, കിസാൻ പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുത്ത ആളുകളായിരിക്കും, ഇപ്പോൾ ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിനകത്ത് പങ്കെടുത്തായിരിക്കും, നേരത്തെ ഐഷി പങ്കെടുത്തതുപോലെ തന്നെയുള്ള ചില പ്രാദേശിക സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പങ്കെടുക്കുന്ന സമരങ്ങളുടെ എല്ലാം വീഡിയോ ശേഖരിച്ചുകൊണ്ട് ഇവർ ഇത്ര സമരങ്ങൾക്കകത്ത് പങ്കെടുത്ത നിരന്തരമുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്, ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞ് ഈ വിദ്യാർത്ഥികളെ ക്രിമിനലുകളായി ഈ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു സമരത്തിനകത്തെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാൽ നിങ്ങൾ ഈ രാജ്യത്തെ എവിടെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ഏത് ഭരണഘടനയ്ക്കകത്താണ് പറയുന്നത് നിങ്ങളൊരു സമരത്തിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു സമരത്തിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ അടുത്ത സമരത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു? ഈ വിദ്യാർത്ഥികൾ ഇവരാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്. അവർ നിരന്തരമായി ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ, ഡൽഹിയുടെ ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ തെരുവുകളിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായി ഈ പറയുന്ന ഇവരുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു, X സമരത്തിൽ, Y സമരത്തിൽ, Z സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ രാജ്യദ്രോഹികളായി, ഇവർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്, ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടക്കുന്നത്. അതാണ് ഇന്ന് ഞങ്ങൾ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിരന്തരമായി സമരങ്ങൾ നടത്തുന്ന ആക്ടിവിസ്റ്റുകളെ, രാഷ്ട്രീയ പ്രവർത്തകരെ ക്രിമിനലുകളായി ചിത്രീകരിച്ചുകൊണ്ട് ആ സമരങ്ങളെ ഇല്ലാതായ്മ ചെയ്യാൻ വേണ്ടി, സമൂഹം മുമ്പേ അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി, അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനും വേണ്ടി, അവരെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ FTR എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുമായി ഡൽഹി പോലീസ് വരുന്നത്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള നിയമ പിന്തുണയുമില്ല. ഒരു നിയമത്തിൻ്റെ ഭാഗമായോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായോ SOPയുടെ ഭാഗമായോ അല്ല അവതരിപ്പിക്കുന്നത്. ഒരു സ്വകാര്യ CP+ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം വെക്കുന്ന ഒരു എന്താ പറയുക, CCTV ക്യാമറ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനിയെ, ആ കമ്പനിയുടെ തങ്ങളുടെ ഈ പറയുന്ന ഉപയോഗത്തിന് വേണ്ടി അതിൻ്റെ ടെക്നോളജി ഹയർ ചെയ്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യുകയും ഇവരെ പിന്നീട് ക്രിമിനലുകളായി ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള സമീപനമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഇത് വരും തലമുറയ്ക്ക്,
ഇല്ലാതാക്കി നമ്മുടെ വരും തലമുറയിലേക്ക് അല്ലെങ്കിൽ ഈ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന തലമുറയെ ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യത്തിനകത്ത് ഉയരുന്ന എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ ജയിലിലടയ്ക്കാൻ വേണ്ടി ദീർഘകാലം ജയിലിലടയ്ക്കാൻ വേണ്ടി ക്രിമിനലുകളായി മുദ്ര കുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധയും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. കാരണം ഇനിയും നാളെയും ഇപ്പോഴും നമ്മുടെ വിവിധങ്ങളായ സമരങ്ങൾ വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം E20 പെട്രോളിനെതിരെയുള്ള സമരവുമായി വിവിധ സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സമരങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാജിവെച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹം ആക്രോശിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് പുറത്താക്കിയെന്നും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്ന ധാർഷ്ട്യത്തോടു കൂടി ധർമ്മേന്ദ്ര പ്രധാൻ ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ആക്രോശത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ യജമാനന്മാരുടെ അവരുടെ മുറവിളിയുടെ ഭാഗമായി അവരുടെ ഈ ജൽപ്പനങ്ങൾ അവരുടെ ആജ്ഞകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഇത്തരം വിദ്യാർത്ഥികളെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെ നിയമപരമായി തുറന്നു കാണിച്ചുകൊണ്ട് നിയമപരമായി പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി.